അങ്ങനെ എല്ലാവരും സന്തോഷകരമായി ഒരുമിച്ച് കുടുംബാംഗങ്ങളോടൊപ്പം എല്ലാവരോടൊപ്പം ആഘോഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വലിയൊരു സംഭവമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ ഓണക്കാലത്ത് ആദ്യമായിട്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഓണം മെഗാ ട്രേഡ് ഫെയർ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. വഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. 6 ലക്ഷത്തിലധികം AAY കാർഡ് ഉടമകൾക്ക് സപ്ലൈകോ സൗജന്യ കിറ്റുകൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. പഞ്ചസാര, വെളിച്ചെണ്ണ, തൂവരപ്പരിപ്പ്, വൻപയർ, കടല തുടങ്ങിയ 837 രൂപയുടെ തുണിസഞ്ചി അടക്കം 16 ഇന കിറ്റാണ് AAY കാർഡ് ഉടമകൾക്ക് സൗജന്യമായി സപ്ലൈകോ നൽകുന്നത്. AAY കിറ്റിന്റെ ആദ്യ വിതരണത്തിനായി ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ റോജി എം ജോൺ അവർകളെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 9-ാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാന സർക്കാരിന്റെ ഓണസഹായ വിതരണം ആരംഭിച്ചു. സപ്ലൈകോയുടെ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ ഉദ്ഘാടനം ഇന്ന് കരൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം ഹെലിപ്പാഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. കോഴിക്കോട്ടെ ഉദ്ഘാടനം നാളെ നടക്കും. AAY മഞ്ഞ റേഷൻ കാർഡിന് അനുവദിച്ചിട്ടുള്ള സൗജന്യ ഭക്ഷ്യക്കിറ്റിന്റെ വിതരണം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നിർവഹിച്ചു. മഞ്ഞ റേഷൻ കാർഡിനുള്ള സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം റേഷൻ കടകളിലൂടെ 10-ാം തീയതി മുതൽ ആരംഭിക്കും. നീല, വെള്ള റേഷൻ കാർഡിന് അനുവദിച്ചിട്ടുള്ള അധിക അരിയുടെ വിതരണവും 10-ാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. അതുപോലെ റേഷൻ കടകളിൽ നിന്നും മസ്റ്ററിംഗ് അറിയിപ്പ് വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് ഏകദേശം 1 ലക്ഷത്തോളം ആളുകൾക്കാണ് മുൻഗണനാ റേഷൻ കാർഡുകൾ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. മുൻ സർക്കാർ അവസാനമായി വിതരണം ചെയ്ത മുൻഗണനാ റേഷൻ കാർഡ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 73 ലക്ഷത്തോളം ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു. പുതുതായി മുൻഗണനാ റേഷൻ കാർഡ് അതായത് മഞ്ഞ, പിങ്ക് ലഭിച്ചിട്ടുള്ള കുടുംബങ്ങളിലെ എല്ലാ അംഗങ്ങളും റേഷൻ വിഹിതം കൃത്യമായി ലഭിക്കുന്നതിന് ആധാർ KYC മസ്റ്ററിംഗ് അടിയന്തരമായി പൂർത്തീകരിക്കേണ്ടതാണ്. സംസ്ഥാനത്തെ ഏത് റേഷൻ കടകളിൽ നിന്നും POS മെഷീൻ വഴി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ്. ആധാർ കാർഡിൽ പേരുള്ള എല്ലാ അംഗങ്ങൾക്കും ആധാർ കാർഡ് മുഖാന്തരം എത്തി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കാം. POS മെഷീൻ വഴി വെള്ളടയാളം ബയോമെട്രിക് രേഖപ്പെടുത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ അംഗങ്ങളും നേരിട്ട് റേഷൻ കടയിലെത്തി വെള്ളടയാളം പതിച്ച് മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത പക്ഷം റേഷൻ വിഹിതം കുറയാൻ സാധ്യതയുണ്ട്. വെള്ളടയാളം പതിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മറ്റ് ഔദ്യോഗിക നടപടികൾ പരിശോധിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം ലഭ്യമാക്കുന്നതാണ്. പുതുതായി മുൻഗണനാ റേഷൻ കാർഡുകൾ അനുവദിച്ച്, അതായത് മുമ്പ് നീല, വെള്ള റേഷൻ കാർഡിൽ ഉണ്ടായിരുന്നവരാണ് ഇപ്പോൾ BPL മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറിയിട്ടുള്ള ആളുകൾ നിർബന്ധമായും റേഷൻ കടയിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ നിന്നും സർവീസ് സഹകരണ ബാങ്കുകളെ ഒഴിവാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങി. ഇത് പ്രകാരം ഇനി മുതൽ വാണിജ്യ ബാങ്കുകളിലൂടെ മാത്രമായിരിക്കും പെൻഷൻ വിതരണം നടക്കുക. കാർഷിക ബാങ്കുകൾ വഴിയുള്ള പെൻഷൻ വിതരണവും പൂർണ്ണമായും നിർത്തി. സംസ്ഥാനത്ത് 2016 മുതലാണ് സർവീസ് സഹകരണ ബാങ്കുകൾ മുഖേന വീടുകളിലേക്ക് പെൻഷൻ എത്തിച്ച് നൽകിയിരുന്നത്. പെൻഷൻ തുക കൂടുതൽ സുതാര്യമായി കൃത്യമായ ആളുകൾക്ക് തന്നെ എത്തുന്നതിനു വേണ്ടിയും വേഗത്തിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുമാണ് സംസ്ഥാന സർക്കാർ ഈ മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്ത് 10 ദിവസത്തോളം താമസിച്ചാണ് പല ആളുകൾക്കും വീടുകളിൽ പെൻഷൻ എത്തുന്നത്. ഈ കാലതാമസം ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. പെൻഷൻ തുക പല വിതരണക്കാരും തട്ടിയെടുക്കുന്നു എന്ന ആക്ഷേപവും കേസും നിലവിൽ മുമ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 മാസത്തേക്ക് പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ കമ്മീഷൻ എടുക്കുന്ന പരിപാടിയും ഒറ്റപ്പെട്ട സംഭവങ്ങളായി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാർ പൂർണ്ണമായും ബാങ്ക് അക്കൗണ്ടുകളിലേക്കാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ കിടപ്പ് രോഗികൾക്ക് വീട്ടിൽ വിതരണം ചെയ്യുന്നത് തുടരും. ആരായിരിക്കും വിതരണം ചെയ്യുന്നത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ ലഭ്യമല്ല. എങ്കിലും കിടപ്പ് രോഗികൾക്ക് വീട്ടിൽ എത്തിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം വീണ്ടും തുടരും എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വരില്ല. പക്ഷേ വീടുകളിൽ പെൻഷൻ എത്തുന്ന ആളുകൾ, പല ആളുകളും സേവനയിൽ ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകളായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വാണിജ്യ ബാങ്കുകളിൽ അക്കൗണ്ട് എടുത്തുകൊണ്ട്
സഹകരണ ബാങ്കുകളല്ലാതെ വാണിജ്യ ബാങ്കുകളിൽ അക്കൗണ്ട് എടുക്കുകയും ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് സേവനയിൽ അപ്ലോഡ് ചെയ്യുകയും വേണ്ടിവരും. അത് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയൊക്കെ സാധിക്കുന്നതായിരിക്കും. ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള സർക്കുലർ സർക്കാരിൻ്റെത് ഇറങ്ങേണ്ടതുണ്ട്. ആ ഒരു സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. അതേസമയം ഓണ പെൻഷൻ വിതരണം പഴയതുപോലെ തന്നെയായിരിക്കും, വീടുകളിലെത്തും. അതുപോലെ തന്നെ കയ്യിലും വിതരണം ഉണ്ടാകും. അടുത്ത മാസം മുതൽ ആയിരിക്കും, അല്ലെങ്കിൽ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും ആ ഒരു മാറ്റം ഉണ്ടാകുക എന്നുള്ളതാണ്. ഈ മാസത്തെ പെൻഷൻ പഴയതുപോലെ തന്നെയായിരിക്കും ലഭിക്കുക. 15-ന് ശേഷം പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നേരത്തെ, അതായത് തിരുവോണത്തിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതാണ്. മസ്റ്ററിംഗ് ആണ്. മസ്റ്ററിംഗ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പകുതിയിലധികം ആളുകൾ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. അടുത്ത മാസം, അതായത് സെപ്റ്റംബർ 30 വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ട്. അതിനുള്ളിൽ ചെയ്താൽ മതി. കഴിയുന്നതും വേഗത്തിൽ ചെയ്യുക. അവസാന സമയത്ത് തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. പെൻഷൻ മുടങ്ങി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വരുമാന സർട്ടിഫിക്കറ്റ് നേരത്തെ നൽകാത്തവർക്കാണ് ഇപ്പോൾ പെൻഷൻ മുടങ്ങിയിട്ടുള്ളത്. 2022-ലും 2023-ലൊക്കെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളവർ ഇപ്പോൾ വീണ്ടും നൽകേണ്ടതില്ല. 2019 ഡിസംബർ 31-ന് മുമ്പ് പെൻഷൻ വാങ്ങി തുടങ്ങിയിട്ടുള്ളവർക്ക് മാത്രമായിരുന്നു അന്ന് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിരുന്നത്. അന്ന് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോൾ ഇതുവരെ ഈ കാലയളവിൽ വരെ നൽകാത്തവർക്കാണ് ഈ ജൂലൈ മാസം മുതൽ പെൻഷൻ മുടങ്ങി തുടങ്ങിയത്. അങ്ങനെയുള്ളവർ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ പോലും ഈ മാസത്തെ, അതായത് ഓണ പെൻഷൻ ലഭിക്കാനുള്ള സാധ്യത ഇല്ല. അടുത്ത മാസം മുതലായിരിക്കും വീണ്ടും പെൻഷൻ പുനഃസ്ഥാപിക്കുക. അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൽ വരികയാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി മുതൽ ബിരുദ പ്രവേശനത്തിന് +2 വേണ്ട എന്ന് ഉത്തരവിറക്കിയിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. പോളിടെക്നിക്, ഡിപ്ലോമ, ITI വിജയിച്ചവർക്ക് ബിരുദ പ്രവേശനം നേടാൻ കഴിയും എന്നുള്ളതാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. പോളിടെക്നിക്, ഡിപ്ലോമ, ITI ഉദ്യോഗാർത്ഥികൾക്കും സംസ്ഥാനത്തെ എല്ലാവിധ സർവകലാശാലകളിലും അഫിലിയേറ്റ് ചെയ്ത കോളേജുകളിൽ 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾക്ക് പ്രവേശനം നേടാം. യോഗ്യതകൾ വ്യക്തമാക്കി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. RF അടിസ്ഥാനമാക്കിയുള്ള ഉത്തരവ് 2027-28 അധ്യയന വർഷം മുതൽ നിലവിൽ വരും. 10ാം ക്ലാസ്സിന് ശേഷം ITI പാസ്സായവർക്ക് 1ാം വർഷ ബിരുദ കോഴ്സിന് പ്രവേശനം നേടാം. കൂടാതെ 10ാം ക്ലാസ്സിന് ശേഷം 3 വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ പൂർത്തിയായവർക്കും 12ാം ക്ലാസ്സിന് ശേഷം 2 വർഷത്തെ ഡിപ്ലോമ പൂർത്തിയായവർക്കും ബിരുദ കോഴ്സിന്റെ 2ാം വർഷത്തേക്ക്, അതായത് 3ാം സെമസ്റ്ററിലേക്ക് ലാറ്ററൽ എൻട്രി വഴി നേരിട്ട് പ്രവേശനം ലഭിക്കും. അക്കാദമിക് പുരോഗതിയും ഉന്നത വിദ്യാഭ്യാസത്തിലേക്കുമുള്ള കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ഈ തീരുമാനം. ഉത്തരവ് എല്ലാ സർവകലാശാലകളും നടപ്പിലാക്കാൻ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ പ്രത്യേക സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും.